4 വള്ളങ്ങൾ, ഒന്ന് വെള്ളംകുളങ്ങര, ചമ്പക്കുളം, നടുഭാഗം, കരുവാറ്റ, ഇങ്ങനെ 4 കരിവീരന്മാരെ ഇവിടെ പങ്കെടുക്കുകയാണ്. ചരിത്രം ഏറെ പറയാനുള്ള വെള്ളംകുളങ്ങര 1959 കാവാലം ചുണ്ടനുമായി ട്രോഫി പങ്കുവെച്ച വെള്ളംകുളങ്ങര, 1957, 58, 59 ഹാട്രിക്കോടുകൂടി വിജയിച്ച വെള്ളംകുളങ്ങര, ES ധർമ്മജൻ ക്യാപ്റ്റനായിട്ടുള്ള വെള്ളംകുളങ്ങര. അമൃത ബോട്ട് ക്ലബ്ബാണ് വെള്ളംകുളങ്ങരയെ നിയന്ത്രിക്കുന്നത്. കുളങ്ങരക്കാർ വാങ്ങിയ ശേഷം 1988-ലും 2002-ലും വെള്ളംകുളങ്ങര നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടു. പഴയ വള്ളത്തിന് 41.25 കോൽ നീളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതുക്കി പണിതപ്പോൾ 52.25 കോൽ നീളമുള്ളതായി 2008-ലെ നെഹ്റു ട്രോഫിയിൽ ആട്ടുക്കര നവജീവൻ ബോട്ട് ക്ലബ്ബ് ഡോക്ടർ PR കുമാറിന്റെ ക്യാപ്റ്റൻസിയിൽ തുഴഞ്ഞ് ലൂസേഴ്സ് ഫൈനലിൽ 3-ാം സ്ഥാനത്തെത്തിയിരുന്നു. 1-ാം ട്രാക്കിലൂടെ കടന്നുവരുന്നു വെള്ളംകുളങ്ങര. 2-ാമത്തെ ട്രാക്കിലൂടെ 3-ാം നമ്പർ വള്ളമായി കടന്നു വരുന്നത് ചമ്പക്കുളം. ഇക്കുറി ചമ്പക്കുളം തന്നെ ചമ്പക്കുളത്തിന് ആർപ്പേറോ വിളിച്ചുകൊണ്ട് പാഞ്ഞു പോവുകയാണ് ജലോത്സവ പ്രേമികൾ. ഇത് നേരത്തെ ഉണ്ടായിരുന്ന കാരിച്ചാലും ചമ്പക്കുളവുമായിരുന്നു എല്ലാവരുടെയും പരിഗണനയിൽ ഉണ്ടായിരുന്ന വള്ളം. പക്ഷേ 1-ാം പാദ മത്സരത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് ഇനിയും വ്യക്തമല്ല. എന്നാൽ ഈ 3-ാം പാദ മത്സരം ചമ്പക്കുളം ചുണ്ടൻ, ചരിത്രം മാത്രം പറയാനുള്ള ചമ്പക്കുളം ചുണ്ടൻ. നേരത്തെ നമ്മൾ കണ്ട UBC കൈനഗിരിയുടെ ആ തുഴച്ചിലുണ്ടല്ലോ, അവരുടെ ആവേശം. പ്രശസ്തമായ UBC കൈനഗിരി 1989, 90, 91 തുഴഞ്ഞ് ഹാട്രിക് ഉൾപ്പെടെ വിജയം തീർത്തു. 94 ജെറ്റ് എയർവേസും 1995, 96 ടൗൺ ബോട്ട് ക്ലബ്ബും നെഹ്റു ട്രോഫി നേടിക്കൊടുത്തു. അങ്ങനെ 2 ഹാട്രിക് ഉൾപ്പെടെ 7 തവണ നെഹ്റു ട്രോഫി നേടി. 1997 ആലപ്പാട് ചുണ്ടനോട് പരാജയപ്പെട്ടെങ്കിലും 1998 അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് യശസ്വരീനായ KR നാരായൺ സാക്ഷിയാക്കി ട്രോഫി തിരിച്ചുപിടിച്ച വള്ളമാണ് ചമ്പക്കുളം. ഇക്കുറി അല്പം നീട്ടി അങ്ങനെ ചമ്പക്കുളം വള്ളം തുഴഞ്ഞ് അതിന്റെ എല്ലാ ശക്തിയും വിളിച്ചറിയിച്ചുകൊണ്ട് കുട്ടനാടിന്റെ പ്രത്യേകത, ആവേശത്തിന്റെ നിരപ്പാടുകളെ അറിയിച്ചുകൊണ്ട് അങ്ങനെ കടന്നു വരുന്നു. ചമ്പക്കുളം ട്രാക്ക് നമ്പർ 3-ൽ നടുഭാഗത്തിന് ചരിത്രമുണ്ടല്ലോ. 1982 കോട്ടയത്ത് നിന്ന് ആലപ്പുഴയ്ക്കുള്ള യാത്രക്കിടയിൽ പണ്ഡിറ്റ് സമ്മാനിച്ച സമ്മാനം ഏറ്റുവാങ്ങിയ വള്ളമാണ് നടുഭാഗം. ആവേശത്തോടുകൂടി പണ്ഡിറ്റ് ചാടിക്കയറിയ വള്ളമാണ് നടുഭാഗം. ആ നടുഭാഗത്തിന് കഥ പറയാൻ ഒത്തിരിയുണ്ട്. 1976 ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഏറ്റവും നീളമേറിയ ചുണ്ടൻ എന്ന ഖ്യാതിയുണ്ട് ഈ നടുഭാഗത്തിന്. 1986 കൊച്ചിയിൽ നടന്ന റിപ്പബ്ലിക്കൻ ട്രോഫിയിലും ചമ്പക്കുളം മൂലം വള്ളംകളിയിലും പല തവണ ട്രോഫി നേടിയിട്ടുള്ള ചമ്പക്കുളം 3-ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. 3-ാം നമ്പർ വള്ളം 1-ാം നമ്പർ വള്ളമായിട്ടാണ് ഇക്കുറി കരുവാറ്റയുള്ളത്. മാത്യു C. തോമസ് ആണ് കരുവാറ്റയുടെ ക്യാപ്റ്റൻ. നീലപ്പേരൂർ പഞ്ചായത്ത് ബോട്ട് ക്ലബ്ബാണ് കരുവാറ്റ തുടയുന്നത്. ഇപ്പോൾ കടന്നു വരുന്നത് 3-ാം നമ്പർ വള്ളം ചമ്പക്കുളം തന്നെ. വാശിയൊട്ടും കുറച്ചു കൊടുക്കാതെ ഈ വാശിയാണ് ചമ്പക്കുളത്തിന്റെ ആവേശം. ഈ തിരത്തുള്ളികൾ സമ്മാനിക്കുന്ന ആവേശം, അതിൽ പുറത്തേറി അങ്ങനെ പാടി നീട്ടി അങ്ങനെ താളം കൈമുതലാക്കി കുതിച്ചു വരുന്ന ചമ്പക്കുളം കരക്കാരുടെ ആവേശം. 1970 വള്ളത്തിലെ കേരളായപ്പോൾ മത്സ്യകരിക്കാർ ചേർന്ന് ചമ്പക്കുളം ഓർമ്മ രൂപ നൽകിയിരുന്നു. അന്ന് 55,000 രൂപ ഷെയർ ചെയ്ത് 1974 വള്ളം പുതുക്കി പണിതു. പിന്നീട് സാക്ഷാൽ കോഴിമുക്ക് നാരായണാചാര്യാണ് ഈ ചുണ്ടനെ ഉരുകുത്തിയത്. അതുകൊണ്ട് തന്നെ ഐശ്വര്യം അത് കെടാതെ നിൽക്കുമല്ലോ. ഈ കുട്ടനാടിന്റെ പെരുന്തച്ഛനാണല്ലോ നാരായണാചാരി. അതുകൊണ്ട് തന്നെ ആവേശം മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ചമ്പക്കുളം തന്നെ ഇക്കുറി 57ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ഈ സമ്മാനം, ഈ ട്രോഫിയിൽ മുത്തമിടാൻ ഞങ്ങൾ മാത്രം മതിയാം. ജിജി ജേക്കബ് പൊള്ളയിൽ ക്യാപ്റ്റനായി ജീസസ് ബോട്ട് ക്ലബ്ബാണ് ചമ്പക്കുളം തുഴയുന്നത്. കഴിഞ്ഞ വർഷം കാരിച്ചാൽ ചുണ്ടനെ അമരത്തെത്തിച്ച കാരിച്ചാൽ ചുണ്ടനെ ട്രോഫി കരസ്ഥമാക്കുവാനായി അവരുടെ ശക്തി പകർന്നു കൊടുത്ത കൊല്ലം ജീസസ് ബോട്ട് ക്ലബ്ബ് ഇക്കുറി ഏറ്റെടുത്തത് ചമ്പക്കുളം ചുണ്ടനെയാണ്. മൂലം വള്ളംകളിക്ക് തുടക്കം കുറിക്കുന്ന മൂലം വള്ളംകളിയിൽ കാഴ്ചവെച്ചു. എന്താണ് ചമ്പക്കുളം? കുറച്ചുനാൾ ഞങ്ങൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ആവേശം തിരിച്ചു പിടിക്കുകയാണ്. ഞങ്ങളുടെ പാട്ടിൽ കൂട്ടുകുടംതുടി കിണ്ണം തമ്പുരു ഓടക്കുഴലും, ഞങ്ങളുടെ പാട്ടിൽ തേനും പാലും തെങ്ങിളനീരും നറുമുന്തിരിയും എന്നൊക്കെ പറയും പോലെ, ആ ഗ്രാമത്തെ വിശേഷിപ്പിച്ചതുപോലെ ഈ 3-ാം നമ്പർ വള്ളം 2-ാമത്തെ ട്രാക്കിലൂടെ